ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ വില കുറവുള്ള ചെറുവാഹനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ തരുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന വാഹനങ്ങളൊക്കെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ബാക്കിൽ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നതിന് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വാഹനങ്ങൾ പെട്ടെന്ന് ഓടിച്ചിട്ട് പരിചയപ്പെടുക. ഇത് 2020 മോഡൽ മാരുതിയുടെ ആൾട്ടോ 800 ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 30,000 കിലോമീറ്ററാണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില 3,60,000 രൂപയാണ്. ഇതിലൊരു 3,10,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൂടാതെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് 2012 മോഡൽ സാൻഡ്രോക്ക് സിംഗ് എന്ന വാഹനമാണ്. GLS ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 99,880 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 1,65,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 2019 മോഡൽ മാരുതിയുടെ വാഗണർ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. AGS ആണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്, അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 51,400 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനവർ ചോദിക്കുന്ന വില 5,60,500 രൂപയാണ്. ഇതിൽ 5,15,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2019 മോഡൽ മാരുതിയുടെ ബലേനോ എന്ന വാഹനമാണ്. ആൽഫയാണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 32,400 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. 6,75,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. കൂടാതെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2023 മോഡൽ മാരുതിയുടെ വാഗണർ ആണ്. ZX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 64,300 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിവർ ചോദിക്കുന്ന വില 5,95,000 രൂപയാണ്. ഇതിൽ 5,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നല്ലൊരു ഫാമിലി യൂസ് കാർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഗണർ കാറാണിത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് 2015 മോഡൽ മാരുതിയുടെ സെലേറിയോ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 77,600 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന വില 3,95,000 രൂപയാണ്. ഇതിൽ ഒരു 3,30,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 65,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2020 മോഡൽ മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 21,640 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ചോദിക്കുന്ന വില 3,60,500 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇതിൽ 3,20,500 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2011 മോഡൽ മാരുതിയുടെ വാഗണർ എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 34,400 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് അവർ ചോദിക്കുന്നുമില്ല. 2,60,60,000 രൂപയാണ്. ഇത് 2015 മോഡൽ മാരുതിയുടെ സെലേറിയോ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 71,300 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിനവർ ചോദിക്കുന്ന വില 3,60,60,000 രൂപയാണ്. ഇതിൽ 3,10,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് 2021 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. ചോദിക്കുന്ന വില 5,60,60,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 5,20,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. കൂടാതെ ഇതിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2017 മോഡല് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 87,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 2,85,000 രൂപയാണ്. ഇതിൽ തന്നെ 2,40,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2015 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 44,125 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിനിവർ ചോദിക്കുന്ന വില 4,90,000 രൂപയാണ്. ഇതിൽ
4,30,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് 1 വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2010 മോഡല് മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 98,450 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 1,60,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 1 ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ്. ഇത് 2018 മോഡല് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 62,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനവർ ചോദിക്കുന്ന വില 3,05,000 രൂപയാണ്. ഇതില് 2,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 55,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. കൂടാതെ ഇതിന് 6 മാസത്തെ വാറണ്ടി ആയിട്ട് 3 ഫ്രീ സർവീസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ക്വിക്ക് കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 2018 മോഡൽ മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 62,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. ഇതില് 2,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2017 മോഡല് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 57,150 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. ഇതില് 2,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2017 മോഡല് മാരുതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 53,800 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനവർ ചോദിക്കുന്ന വില 3,25,000 രൂപയാണ്. ഇതില് 2,70,500 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. വേറെ കംപ്ലൈന്റോ മേജർ ഇത് 2010 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. LDI ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 1,28,838 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണിത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 2,50,000 രൂപയാണ്. ഈ വാഹനത്തിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ഇത് 2015 മോഡൽ ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ്. V ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,30,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 3,95,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഒരു 3,25,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. 2013 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണിത്. VDI ആണ് വേരിയന്റ്. ഡീസൽ എഞ്ചിനാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 92,300 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സെഡാൻ ടൈപ്പിലാണ് ഈ വാഹനം ഉള്ളത്. 5 സീറ്റർ വണ്ടിയാണ്. 3,75,000 രൂപയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില. ഇതില് 3 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2021 മോഡല് മാരുതിയുടെ ഡിസയർ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 81,700 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം 5 സീറ്റർ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 6,20,000 രൂപയാണ്. ഇതില് 5,70,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. കൂടാതെ 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2013 മോഡൽ മാരുതിയുടെ A-Star എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 66,400 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ചോദിക്കുന്ന വില 2,85,000 രൂപയാണ്. ഇത് 2015 മോഡൽ മാരുതിയുടെ വാഗണർ എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 74,600 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിനവർ ചോദിക്കുന്ന വില 3,50,000 രൂപയാണ്. ഇതില് 2,80,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2007 മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. LDI ആണ് വേരിയന്റ്. ഡീസൽ എഞ്ചിനാണ്. 1,56,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 1,53,500 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് 2008 മോഡല് മാരുതിയുടെ വാഗണർ എന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ്. നാലാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 83,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 1,23,500 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ എലൈറ്റ് i20 എന്ന വാഹനമാണ്. ആസ്ട്ര ഓപ്ഷനിലാണ് വേരിയന്റ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
CVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 77,800 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, പുതിയ ടയേഴ്സ് വിത്ത് ആലോയ് വീല്, ബാക്ക് വൈപ്പർ, മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ചോദിക്കുന്ന വില 6,85,000 രൂപയാണ്. ഇതിൽ 6,20,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 65,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. കൂടാതെ ഇതിന് 1 വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 2021 മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ i20 എന്ന വാഹനമാണ്. ആസ്റ്റയാണ് വേരിയൻറ്റ്. IVT ട്രാൻസ്മിഷനാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 19,200 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്ററാണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ചോദിക്കുന്ന വില 8,20,000 രൂപയാണ്. ഇതിൽ 7,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 70,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പുതിയ മോഡൽ ബ്രസ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു യൂസ്ഡ് ബ്രസ കാണിച്ചു തരാം. ഇത് 2024 മോഡൽ. ബ്രസ LX ആണ് വേരിയൻറ്റ്. ബേസ് മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 9,700 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വാഹനം LXi ബേസ് മോഡൽ വാഹനമാണ് എങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ആംബിയൻ ലൈറ്റ്, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി ലെവലിൻ്റെ സീറ്റ് കവേഴ്സ്. അതുപോലെ തന്നെ 2030 വരെ ഈ ഒരു വാഹനത്തിന് വാറണ്ടി ഉണ്ട്. അതായത് 5 വർഷത്തെ കമ്പനി വാറണ്ടി, അതിനുശേഷം 1 വർഷം പോപ്പുലർ വെഹിക്കിൾസിൻ്റെ വാറണ്ടി കൂട്ടിയിട്ട് 6 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന വില 9,25,000 രൂപയാണ്. ഇതിൽ 8,50,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഞാനും ആദ്യം പറഞ്ഞ പോലെ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വാഹനം തന്നെയാണ് ഇന്ന് കാണിച്ചിട്ടുള്ള ഈ വാഹനം. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് i10 എന്ന വാഹനമാണ്. മാഗ്നയാണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനാണ്. 22,750 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. ചോദിക്കുന്ന വില 4,40,000 രൂപയാണ്. ഇതിൽ 3,80,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വെറും 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കുക. കൂടാതെ ഇതിന് 1 വർഷത്തെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.